ഹലോ മച്ചാന്മാരെ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു യാത്ര പോയി. മൂന്നാറാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഞാനും അമ്മയും കൂടിയാണ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പ് നമ്മൾ ഏറ്റവും അടുത്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് മൂന്നാറാണ്. അപ്പോൾ എറണാകുളം ടു മൂന്നാർ നമ്മൾ KSRTC ബസ്സിലാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യാത്ര വൈറ്റില ഹബ്ബിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് KSRTC വളരെ എന്താ പറയുക, മനോഹരമായൊരു യാത്രയാണ്. നമുക്ക് മൂന്നാർ ഏറ്റവും അനുയോജ്യമായ യാത്രയാണ് KSRTCയിലെ ആ ഒരു ട്രാവൽ കംഫർട്ടും കാര്യങ്ങളും നമുക്ക് KSRTC തന്നെയാണ് ഏറ്റവും അനുയോജ്യമായി എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കയറിയ യാത്ര മൂന്നാർ, നമ്മുടെ കോതമംഗലം റൂട്ട്, കോതമംഗലം നേര്യമംഗലം ആ റൂട്ട് നമ്മൾ മൂന്നാറാണ് ബസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ചെറുതായി മഴ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് മൂന്നാർ ആ ഒരു റെയിനി ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ മൂന്നാർ റീച്ചായത്. അത്യാവശ്യം കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയ ഒരു ടൈമിലായിരുന്നു നമ്മളിവിടെ എത്തിയത്. നമുക്ക് ബസ്സിൽ നിന്ന് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ കാണാൻ സാധിച്ചത്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ഒരു യാത്ര, ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടി. കറക്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ എത്തിയത് കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റി. പിന്നെ ബസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ദ വേയിലുള്ള ഒന്ന് രണ്ട് വ്യൂസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് സമയം യാത്ര കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. പിന്നീട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ നേര്യമംഗലം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തൊട്ടാണ് ഞാൻ കവറപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമ്മളിപ്പോൾ മൂന്നാറെത്തി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പതുക്കെ ഒരു റെയിനി ക്ലൈമറ്റായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. അത് നമുക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതും കാര്യങ്ങളും. അപ്പോൾ നല്ലൊരു റൈഡായിരുന്നു നമുക്ക് ഈ ഒരു KSRTCയിൽ കിട്ടിയത്. ഏകദേശം ഒരു 200 രൂപയ്ക്ക് അടുത്താണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പാണ് മൂന്നാർ നമ്മൾ പോവുകയാണെങ്കിൽ KSRTC എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് മൂന്നാർ തന്നെയുള്ള ഒരു പോതമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ പോതമേടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ സൈറ്റ് സീയിങ് കാര്യങ്ങളൊന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം മോർണിംഗ് തുടങ്ങിയ യാത്ര ഒരു ഉച്ചയോടുകൂടിയാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വന്ന് ചെക്ക് ഇൻ ചെയ്തു. ടീ വാലി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. വളരെ മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് പോതമേട് വ്യൂ പോയിൻറ്റിന് താഴെയായിട്ട് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി, ഒരു നേച്ചർ ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ് വരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടൊരു വ്യൂ ആണ്. ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും നമുക്ക് താഴെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂവും ഫുള്ളൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു വ്യൂ ആണ് വരുന്നത്. തൊട്ട് താഴെ തന്നെ ഈ തേയിലത്തോട്ടവും അതിൻ്റെ പണിക്കാർ താമസിക്കുന്ന ഡീറ്റെയിൽസാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മൾ എടുത്തിരുന്നത് ഒരു എക്സിക്യൂട്ടീവ് കോട്ടേജാണ്. ഒരു 2 പേർക്ക് വളരെ മനോഹരമായി താമസിക്കാൻ പറ്റിയൊരു കോട്ടേജാണ്. ഒരു ബാൽക്കണി വ്യൂ, നമ്മുടെ തേയിലത്തോട്ടത്തിലുള്ളൊരു വ്യൂ ആണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെടുത്തു. ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. നമുക്ക് ഷെഫ് നല്ലൊരു ബിരിയാണി, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു. അങ്ങനെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിന് ശേഷം മഴ വന്നതുകൊണ്ട് ഞങ്ങൾ പകുതി മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടി ജസ്റ്റ് ഒരു വോക്ക് നടന്നു. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസോർട്ടിനുള്ളിൽ തന്നെയുള്ളൊരു ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ട്രീ ഹട്ട് ഉണ്ട്. അപ്പോൾ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രീ ഹട്ടാണത്. ഇപ്പോൾ ഹണിമൂൺ കപ്പിൾസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു ക്യാൻഡിൽ ഡിന്നർ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വാക്കിംഗ് ബ്രിഡ്ജ് പോലെ അതിലൂടെ കയറി നമുക്ക് മുകളിലോട്ട് ഡയറക്റ്റ് എത്തുന്നത് ഈ ഒരു ട്രീ ഹട്ടിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രീ ഹട്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് ടോട്ടൽ. ആ ഒരു മലയുടെ വ്യൂവും റിസോർട്ടിൻ്റെ താഴേക്കുള്ള വ്യൂവും എല്ലാം നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയതും. പിന്നെ കപ്പിൾസൊക്കെ ആണെങ്കിൽ നൈറ്റ് ടൈമിലൊരു ഡിന്നറൊക്കെ നമ്മളിവിടുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അന്വേഷിച്ചിരുന്ന ഏതെങ്കിലും ക്യാൻഡിൽ ഡിന്നറൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതിന് ശേഷം നമ്മൾ പോയത് ഈവനിങ് ആക്ടിവിറ്റി ആയ ഈ ഒരു ടവൽ ആർട്ട് സെക്ഷനിലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് ഈവനിങ് ടൈമിൽ ഈ ടവൽ ആർട്ട് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും. ടവൽ വെച്ചിട്ട് പല പല രീതിയിലുള്ള ആർട്ടുകൾ, പക്ഷെ അതെങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു സെക്ഷൻ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ
എൻ്റെ ഒരു അറിവിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ അവിടുത്തെ ഗസ്റ്റുകളെല്ലാം തന്നെ വന്നിരുന്ന് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്തു. എല്ലാവരും വളരെ അതിശയകരമാണ്. കാരണം നമ്മൾ ബെഡുകളിലൊക്കെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും, ഈ മയിലും അരയന്നങ്ങൾ അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ റാബിറ്റ്, പിന്നെ കുരങ്ങ്, മയിൽ, അങ്ങനെ 3 ഇതാണ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്കൊരു ട്രെയിനിങ് സെക്ഷൻ പോലെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കാണിക്കും ഓരോരോ ഐറ്റംസ്. അതിനുശേഷം ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് നമുക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ കൂടി അവിടെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഓരോന്നുണ്ടാക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഗസ്റ്റ് എല്ലാം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു കവറപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പ് ഫയറും കൂടിയുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയർ ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സെക്ഷൻ ഒന്ന് കവർ ചെയ്തിട്ട് ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡിന്നറും കൂടി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഓർഡർ കൊടുത്ത് നമ്മൾ ഡിന്നർ പ്രിപ്പറേഷനായിട്ട് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഫയർ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഡിന്നർ കഴിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് ഒരുക്കിയിരിക്കുന്നത്, അതായത് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീമാണ്. അപ്പോൾ അവരാണ് ഈ ഒരു എല്ലാ റൂമിലും നമ്മൾ ചെക്കിൻ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മനോഹരമായൊരു ഡെക്കറേഷൻസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സുധാകർ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്, നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി അദ്ദേഹത്തിന് നല്ലൊരു കഴിവാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറിലോട്ട് പോയി. ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ മറ്റുള്ള പ്രോപ്പർട്ടികൾ കാണുന്ന പോലെ ഓപ്പൺ സ്പേസ് അല്ല. നമുക്കൊരു ഈ റെസ്റ്റോറൻറ്റിന് മുകളിലായി തന്നെ ക്ലോസ്ഡ് ഏരിയയിലാണ്, ഫുൾ കവറപ്പുള്ള ഏരിയയാണ്. ഒരു ഓൾഡ് ബ്രിട്ടീഷ് ചിമ്മിണി ടൈപ്പ് മേക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്റ്റാഫും അതുപോലെ തന്നെ എല്ലാ ഗസ്റ്റും കൂടി നമുക്കൊന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ്. ഇപ്പോൾ ഗസ്റ്റുകൾ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അന്നത്. അപ്പോൾ അതിനൊരു അത്യാവശ്യം നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളും ആ ഒരു ഈവനിങ് ടൈമിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, ഈവൻ മഴയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും നാളെ കാണാം. നമ്മൾ സൈറ്റ് സീയിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.